ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്? 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 ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ ഇതാണ് സ്പ്രെഡ്. മാസ്റ്റർ കാർഡ് നമുക്ക് 3 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ ആണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പരസ്പരം നിങ്ങൾ നേരിൽ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, എപ്പോഴും സ്നേഹം എപ്പോഴും ഫീൽ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ മെമ്മറീസ് ഇങ്ങനെ നിങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡേ ആൻഡ് നൈറ്റ് അവരെ കുറിച്ചുള്ള ഒരു ചിന്തകളിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ഫീലിങ്സ്, എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളിലും ആ ഒരു ചിന്തകളിലേക്ക് തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക്, 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്രമാത്രം ഒരു സോൾ ബോണ്ടിങ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതെന്നാണ് കാണുന്നത്. മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളുമായി ഒരു സെപ്പറേഷനിൽ ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ സിൻസിയർ ആയിട്ട് നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രണയിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവര് നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രണയത്തിന് വേണ്ടി ഇപ്പോഴും ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനും അവർ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള എനർജിയാണ് വരുന്നത്. എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ കാരണമാണത്. എങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെയോ ഈ വ്യക്തി നിരന്തരം ഇങ്ങനെ സ്വപ്നത്തിൽ ഡ്രീംസ് കാണുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി എപ്പോഴും തന്നെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുമായിട്ട് അവര് ഡ്രീംസിലൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിങ്ങൾക്കിടയിൽ പോസിബിൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പലർക്കും അത്തരം എക്സ്പീരിയൻസസ് ഉണ്ടാകാം. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം അത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഈ ഭൂമിയിലുള്ള ഒരു പവറിനും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു വ്യക്തിക്കായാലും ഒരു സാഹചര്യത്തിനായാലും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കഴിയില്ല. മേ ബി ഫിസിക്കലി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ആ ഒരു സോളുകൾ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ആവുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള
ഒട്ടനവധി കാര്യങ്ങളുണ്ടാകാം. വളരെ റിസ്ക് ഉള്ള ഒരു കരിയർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും അല്ലാതെയും ഒത്തിരി സ്ട്രഗിൾസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. ആ സമയങ്ങളിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അവരെ സംബന്ധിച്ച്. എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിൽ പോലും ആ ഒരു വ്യക്തി ഇങ്ങനെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടു മാറാനായിട്ട് ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. മനസ്സിൽ നിന്ന് ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന മൂമെന്റിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത്രയും സന്തോഷം ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് ആ ഒരു ഓർമ്മകളിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ്. ആ ഒരു സന്തോഷം ലൈഫിൽ വീണ്ടും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുകയാണ്. മീൻസ് അത്രയും ഒരു ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു, ചിന്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നു. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതോ ഒക്കെ ആയിരിക്കാം. നിങ്ങളെ വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതെല്ലാം അവരുടെ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം അതൊക്കെ തന്നെ. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്ത് വഴിയിലൂടെയാണെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അവരിപ്പോൾ ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനാണ് അവർക്കിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത്രയും താമസിച്ചു പോയ ഈ ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോളൊക്കെ വന്നിട്ട് ഒരു ഒറ്റ റിംഗ് ഒക്കെ അടിച്ചിട്ട് കട്ടായി പോയിട്ടുണ്ടാകാം. അപ്പോൾ അത് അവരുടെ ഒരു കൺഫ്യൂഷനാണ്. അവർ പല പ്രാവശ്യം കോൾ ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടാകാം. അത്തരത്തിൽ ഈ വ്യക്തി ചിന്തിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരേണ്ടത്, ഏത് രീതിയിലാണ് വീണ്ടും ആ ഒരു പ്രണയം നിങ്ങളോട് പറയേണ്ടത് എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം ആ വ്യക്തി നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം പ്രണയമാണ് ഈ വ്യക്തിക്കായിട്ടുള്ളത് അതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്, അതാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും എൻഡ് ആകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. പലരുടെയും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ചെയ്യുക, ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രണയം, സ്നേഹം അത്രയും ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. ഈ വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട് അത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ട് ആയിട്ട് അറിയുന്നുമുണ്ട്. മേ ബി മറ്റു വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അല്ല ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ സീക്രട്ട് ആയിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുമുണ്ട്. ലൈഫിൽ മറ്റൊരു കാര്യവും അവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത്രയും ഒരു സന്തോഷമാണ് അവരിൽ വരാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു കുറച്ച് സമയം, ആ ഒരു നിമിഷങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സമയം അവരുടെ ലൈഫിൽ വീണ്ടും വന്നു ചേരാനായിട്ട് ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ടാകാനായിട്ട് വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ് ചിന്തിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രമാത്രം ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട്. നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും ഡീപ്പായിട്ടുള്ള ഒരു പ്രണയമുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ്. ഓക്കെ, I really want to be with you, but I don't know how we are going to make this work. Okay, നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് ഇവർക്കൊരു ധാരണയും ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, I am with you no matters whatever it is. Okay,
ഓക്കെ, അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ കൂടി ഓക്കെ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു കാര്യം പറയുകയാണ്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുകയാണ്. ഓക്കെ, ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്. ഓക്കെ, നിന്നെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം മുതൽ എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറി എന്നാണ് അവർ പറയുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ പ്രസൻസ് മിസ് ചെയ്യുന്നു, അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഞാൻ ആദ്യ നാളുകളിൽ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും ആഴത്തിൽ ഈ ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഇത്രയും ആഴത്തിൽ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയുകയാണ്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഇവരെ മറച്ചു പിടിച്ചിരിക്കുന്നത്, അത് നമുക്ക് റീഡിങ്ങിൽ ഓൾറെഡി കിട്ടിയതാണ്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എഴുതിയേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. 1983 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. റോസ് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്ക് കിട്ടുന്നുണ്ട്. 1999 എന്നൊരു വർഷം കിട്ടുന്നു. വൈറ്റ് ബട്ടർഫ്ലൈസ്. 1995 ലെറ്റർ എക്സ്. 1989 1998 ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നു. ചൈൽഡിഷ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. 1982 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 28 നമുക്ക് കിട്ടുന്നുണ്ട്. 1984 ലെറ്റർ ഇ. നമ്പർ 50 ലെറ്റർ എച്ച്. ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. നമ്പർ 1 1986 1996 1991 1978 സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമ്പർ 24. ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.